Hello everyone, welcome to Superstar Junior. Powered by Nirapara, co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ, And നമുക്ക് നമ്മുടെ സ്റ്റാർ ഓർക്കസ്ട്ര പുലികൾ. So let's start our competition. നമുക്ക് വിളിക്കാം നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി കുട്ടി, ചേട്ടാ എന്താണ് വിശേഷം? അതെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇന്ന് ഡ്രസ്സ് എന്തായാലും വളരെ എന്താ പറയാ, ഞാൻ പറഞ്ഞ കമന്റ്സിൽ നിന്നുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് ഡ്രസ്സൊക്കെ അതെ, ക്ലീൻ ഒന്നും ആയിട്ടില്ല. അത് രജത്തിന് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. 2-3 പ്രാവശ്യം ശ്രീലക്ഷ്മിയുടെ മുമ്പ് വന്നപ്പോ കംപ്ലീറ്റ് ഗ്രൗണ്ട് ഒക്കെ ക്ലീൻ ചെയ്ത് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അതിന്റെ പേരിലാണോ കുറച്ച് ഹൈറ്റ് ഒക്കെ കൂട്ടിപ്പോ? ആണോ? എനിക്ക് വയ്യ, നാളെ ഒന്നും പറയാതെ റൗണ്ട് നോക്കാം. റൗണ്ട് നോക്കാം. ഓക്കേ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? ഫാൻസ് ആൻഡ് ഓഡിയൻസ് ചോയ്സ്. ഓക്കേ, സോ ആരാ ഫാൻസ്? ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, ഹലോ. ഹലോ, യെസ്, എന്താണ് പേര്? അരുൺ. അരുൺ, എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ ബിടെക് കഴിഞ്ഞിട്ട് നിൽക്കണം. ബിടെക് കഴിഞ്ഞിട്ട് ഏത് സ്ട്രീമായിരുന്നു? ഞാൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ. ഓക്കെ, നൈസ്. സോ എന്താ പറയുക, നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിയുടെ ഏത് പെർഫോമൻസ് ആണ് ഇത്രയും ഫാൻ ആക്കിയത്? എനിക്ക് മണിച്ചിത്രത്താഴ് ഫിലിമിലെ ഒരു മുറൈ വന്ന് പാർത്തായ എന്ന് പറയുന്ന പാട്ട്, ഓക്കെ, ഡോലാറെ എന്ന് പറയുന്ന ഒരു ഡ്യുവറ്റ് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും വളരെ റെഗുലറായി കാണുന്നതാണ്. അപ്പോൾ എന്തായാലും പറയൂ, ഏത് പാട്ടാണ് ഇന്ന് ശ്രീലക്ഷ്മി വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്? ഏജന്റ് വിനോദ് എന്ന് പറഞ്ഞ ഫിലിമിലെ ദിൽ മേര മുഫ്ത്ക എന്ന് പറയുന്ന പാട്ട്. ഓക്കെ, ഭയങ്കര പോപ്പുലർ ഒരു ഹിറ്റ് നമ്പർ ആണ് അല്ലേ? കണ്ടിട്ടില്ലേ എന്റെ വീഡിയോ? ഭയങ്കര രസമല്ലേ എന്റെ ഡാൻസ് ഒക്കെ കാണാൻ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ എന്താ പറയാ, ജഡ്ജസിനെ മാത്രമല്ല ഓഡിയൻസിനെ മാത്രമല്ല ഫാനിനെയും കൂടി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. Superstar Junior. फेंके नजर के सिक्के उसने बिक गई हूँ मैं, उसने जो छू लिया तो है लगे के नहीं हूँ मैं. यूं तो प्रेमी 75 हमारे, ले जा तू कर 77 इशारे. दिल मेरा मुफ्त का, कम का ही तरसते बेचारे. ले जा तू कर 77 इशारे. दिल मेरा मुफ्त का, दिल मेरा मुफ्त का. दिल के दुकानदार है दूसरे भी, हम थोड़ा अच्छे हैं वो है फरेबी. हाँ, दिल के दुकानदार है दूसरे भी, हम थोड़ा अच्छे हैं वो है फरेबी. महंगा है दिल सबके बस का नहीं ये, बिकना है पर तेरी खातिर मुझे री. आज बाजार ही बिक गया रे, ले जा तू कर 77 इशारे. दिल मेरा मुफ्त का, हाय तो प्रेमी 75 हमारे, ले जा तू कर 77 इशारे. दिल मेरा
सोचा तुम्हारा भी दिल हम खरीदे, क्या काम है बोलो खाटो रसीदे। हाय हाय सोचा तुम्हारा भी दिल हम खरीदे, क्या काम है बोलो खाटो रसीदे। फिर तुमसे करवा ले जैसा भी चाहे, नजर तुम्हारी मेरी हासरी दे, बस तुम्हारी है नजरों से हारे, ले जा तू कर 77 इशारे। दिल मेरा मुफ्त का, हाय तो प्रेमी 75 हमारे, ले जा तू कर 77 इशारे। दिल मेरा मुफ्त का, दिल मेरा मुफ्त का। ശ്രീലക്ഷ്മി കുട്ടി ചേച്ചി പെട്ടായിട്ടുണ്ടല്ലോ. അതെ പെഡായിട്ട് പാടിയല്ലോ. ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ് ശ്രീലക്ഷ്മിയോട് വെക്കുമ്പോൾ ഒക്കെ ഞങ്ങൾ ഇനി തൃശ്ശൂർ ഭാഷ സംസാരിക്കാമെന്നുള്ളത്. അത് നന്നായി. നന്നായില്ലേ? നന്നായി. ഓക്കെ, സോ എന്തായാലും നല്ലതായിരുന്നു, ബിക്കോസ് ഇറ്റ്സ് എ വെരി പോപ്പുലർ നമ്പർ. സ്റ്റീഫൻ ചേട്ടാ, ശ്രീലക്ഷ്മി, ചേട്ടാ ഞാൻ ആദ്യമായിട്ട് നിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ എല്ലാ സ്റ്റൈലും എടുത്ത് കൊടുന്ന് നീ ഒരേപോലെ നീ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആൻ അമേസിങ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. എല്ലാ ക്ലാസിക്കൽ നീ കഴിഞ്ഞ റൗണ്ടിൽ വന്നു, യു പുഷ് ദാറ്റ്, നീ നിൻ്റെ ലെവൽ ബെസ്റ്റ് നീ പുഷ് ചെയ്തു. മുഫ്ത്ക, ദിസ് ഇസ് ഹിന്ദുസ്ഥാനി കലർന്ന എന്നാൽ ഒരു എനർജി കൊടുക്കേണ്ട ഒരു ഹൈ എനർജി പാട്ടാണത്. ഇതിൻ്റെ സിംഗർ നന്ദിനി എന്ന് പറഞ്ഞാൽ തകർത്ത് പാടി വെച്ചിട്ടുണ്ട്. അത് എനർജി ആണെങ്കിലും ക്ലാസിക് ഒരു ഇന്ത്യനിസം ഭയങ്കരമായി വന്നിട്ടുണ്ട്. എന്നാവട്ടം വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സോങ് ഹാപ്പൻഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബോളിവുഡ്. സോ അവർക്കാണ് അങ്ങനെ ഒരു സോങ് ഡെലിവറി ചെയ്ത് ഒറിജിനലി. അവർക്കും അതിൻ്റെ കമ്പോസർ പ്രീതം സാർക്കും ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. സോ അങ്ങനത്തെ ഒരു പാട്ട് നീ കൊടുന്ന് ഇങ്ങനൊരു സ്റ്റേജിൽ നിൻ്റെ സ്ട്രോങ് പോയിൻറ്റ്സ് ഒക്കെ വിട്ട് നീ എല്ലാ ജോണറും നീ കവർ ചെയ്യണതിൻ്റെ വലിയൊരു പ്രൂഫാണ് നീ ഇപ്പോൾ അവിടെ ചെയ്തത്. അതിന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തിനു നീ വെറുതെ തെറ്റിക്കുന്നു? വെറുതെ തെറ്റിക്കണെന്തിനാ? എത്ര നന്നായിട്ട് നീ പാടി വരുന്നതെന്നറിയോ? ചിലതൊക്കെ നല്ല ആ ഇൻട്രോ ഹമ്മിങ് വന്നിട്ട് ഒരു കലക്കി. കെയർലെസ് മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്നത്. അതെ, വെറുതെ തെറ്റിക്കുക. നിനക്ക് ഒരാവശ്യമില്ല. അത് എവിടെയാണെന്ന് അറിയാം? എന്താ തെറ്റെന്ന് പറയുന്നത് എന്തായിരുന്നു? പറ. അവിടെ ചോദിക്കണ്ട, നീ പറ. ഞാൻ പറയില്ല, അവനറിയില്ല. അറിയില്ല. എന്താ തെറ്റെന്ന് പറയുന്നത്? ഇപ്പൊ ശ്രീവൻ ചേട്ടൻ തെറ്റ് ചെയ്തെന്ന് പറയുന്നത് എന്തായിരുന്നു? ഓർമ്മയില്ല. ഓർമ്മയില്ല. ശ്രുതി. ആ, എവിടെ? അയ്യോ അത് ഓർമ്മയില്ല. അല്ല, അതിന് അവിടെ പല്ലവിയിൽ ചരണം പാടിക്കാൻ. ചരണത്തിന്റെ സെക്കൻഡ് പോർഷൻ. അത് ആദ്യത്തെ പല്ലവിക്ക് നീ പിക്ചർ പെർഫെക്റ്റ് ആയിരുന്നു. പിക്ചർ പെർഫെക്റ്റ്. അത് നീ വെറുതെ കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി അങ്ങോട്ട്. അത് നിന്റെ മേ ബി നീ വേറെ ഡിസ്ട്രാക്റ്റ് ആയി പോയിണ്ടാവും, അല്ലെങ്കിൽ നിനക്ക് ചിന്ത അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതുമാത്രം എനിക്ക് തോന്നിയുള്ളൂ എന്തെങ്കിലും ഒരു ഇത് പറയണമെങ്കിൽ. അല്ലാത്ത പക്ഷം ഞാൻ എപ്പോഴും മെജോറിറ്റി ഇതിനാണ് കൊടുക്കുന്നത്. നീ ഈ ഒരു ടൈപ്പ് സോങ് കൂടെ നീ ചെയ്ത് യു പ്രൂവിങ് യുവർ സെൽഫ് ദാറ്റ് യു ആർ വെർസറ്റൈൽ, യു ആർ കംപ്ലീറ്റ് എന്നുള്ളത്. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ് ശ്രീലക്ഷ്മി. ഓക്കെ, എല്ലാ കണ്ടസ്റ്റൻസും ശരിക്കും ഇത്തിരി കൊണ്ടുവരണം. അങ്ങനെയുള്ള സ്റ്റൈൽസും എനർജി ആണെങ്കിലും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി പാടുകയല്ല. ഇതിനൊരു യു പുഷ് ദാറ്റ് എനർജി, ആ ഒരു വൈബ്, ആ പാട്ടിൻ്റെ വൈബ് ഒന്ന് വെതറണം. എന്നാൽ പിന്നെ അതിൽ തെറ്റുകളൊക്കെ പിന്നെ ചെറുതായി മാറും. ഇതിനായിരിക്കും കൂടുതൽ കനം കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനാണ് കൂടുതൽ കനം കൊടുക്കുന്നത്. ഓക്കെ, സോ ഡു വെൽ. അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നിനക്ക് ഇത്തിരി കൂടെ നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, സോ കീപ് ഡൂയിങ് ആൻഡ് താങ്ക് യു സോ മച്ച്.
ചേട്ടാ. താങ്ക് യു. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ശ്രീലക്ഷ്മി, മാം. സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അത് പെർഫെക്റ്റ് ആയിരുന്നു മോള് പാടിയത്. പെർഫെക്റ്റ്. അത് പൂന്തേൻ നീർമൊഴി പാടിയ ആള്, പിന്നെ മോളുടെ കാറ്റിൽ എന്തൻ ഗീതം മെലഡി, അപ്പോൾ എല്ലാ ഇതും കളേഴ്സും കാണിക്കുകയാണ് മോള്. അത് ഈ പാട്ട് ഒട്ടും ഒരു സ്ഥലത്തും എനർജി കുറഞ്ഞില്ല. മേ ബി ആ വോയിസ് പുഷ് ചെയ്ത് കൊണ്ടായിരിക്കും മേലെ കുറച്ച് ശ്രുതി ചേരാതെ പോയത്. ഒരു 2-3 പ്രാവശ്യം അങ്ങനെ വന്നു, കുറച്ച് ചേരാതെ പോയി. പക്ഷേ ഞാനതൊരു ഇഷ്യൂ ആക്കുന്നില്ല. കാരണം ശ്രീലക്ഷ്മിക്ക് ശ്രീലക്ഷ്മിക്ക് യൂഷ്വലി അതൊരു പ്രശ്നം ശ്രുതിയുടെ വരാറില്ല ഒരിക്കലും. അത് വലിയൊരു തെറ്റായിട്ട്, കാരണം ബാക്കി ആ പാട്ട് ഫുൾ എന്താണ്, ആ പാട്ട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് മുഴുവൻ ഉണ്ടായിരുന്നു ആ പാട്ടിൽ. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ എന്താ പറഞ്ഞ ഭയങ്കര ഹിറ്റ് സോങ്. ഒരുപാട് പേര് പാടി കേട്ടിട്ടുണ്ട്. പക്ഷേ ശ്രീലക്ഷ്മി പാടിയത് ശ്രീലക്ഷ്മിയുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത്. താങ്ക് യു. വിജയ് ചേട്ടാ. ഓസം പെർഫോമൻസ്, റിയലി ഓസം. നല്ല എൻ്റെ ത്രോ വോയിസ് കൺട്രോൾ ഫോർ ഇങ്ങനത്തെ ഒരു സോങ്. ചിലപ്പോൾ നമുക്ക് അറിയാണ്ട് ഈ നമ്മൾ പുഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഷൗട്ട് വേറെ ചെയ്യാം. അങ്ങനത്തെ ഒരു ടൈപ്പ് സോങ് ആണ്. ഇറ്റ്സ് വെരി ഫൈൻ ലൈൻ യുനോ. ബട്ട് ഒരു പ്രൊഫഷണൽ സിംഗറിൻ്റെ അത്രയും തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ത്രോ യു നീഡ് ടു ഗിവ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നീ പാടിയത്. ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ദാറ്റ്. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് പക്ഷേ ഈ പറഞ്ഞ സില്ലി ആയിട്ടുള്ള 3 സ്ഥലത്ത് വെറുതെ ശ്രുതി പോയി. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് ഐ മീൻ ഇറ്റ് ഹാപ്പൻസ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോവും. മേ ബി ഇറ്റ്സ് ഫൈൻ. ബട്ട് റിയലി ഗുഡ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. സ്റ്റീഫൻ ചേട്ടാ, മാർക്സ്. മൈക്കിൽ പറയണ്ട. പറയണമെന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി, ഞാനൊരു 1/2 മാർക്ക് തരുന്നത് നീ കൊണ്ടുവന്ന ആ ഒരു റിസ്ക് പറഞ്ഞാൽ ദാറ്റ്സ് അറ്റംപ്റ്റ്. ഓക്കെ, ദാറ്റ് ടു ബ്രിങ് ദാറ്റ് ഡിഫറെൻറ്റ് സ്റ്റൈൽ. ഓക്കെ, താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. ഐ എം സോറി, എനിക്ക് അത്രയും തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മനസ്സില്ല. എനിക്ക് നീ ആ സിലി മിസ്റ്റേക്സ് മാത്രം അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടിയും തന്നായിരുന്നു. പക്ഷേ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അങ്ങനെ പറ്റില്ല. അതെ, അങ്ങനെ ഹാപ്പി ആയിട്ട് പറ്റില്ല. നമ്മൾ ഒരാളെയും കൂടി ഹാപ്പി ആയോ എന്ന് ചോദിക്കണ്ടേ? അതെ, ഈ പാട്ട് സെലക്ട് ചെയ്ത അരുൺ പറയൂ. ഞാനും ഹാപ്പിയാണ്. നല്ല മാർക്കാണ്. അല്ല, പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ വിചാരിച്ച ഒരു എക്സ്പെക്ടേഷനിൽ എത്തിയെന്ന് വെച്ചാൽ അവളെ നന്നായിട്ട് പാടി, നല്ലോണം ശ്രമിച്ചു. പിന്നെ ചെറിയ മിസ്റ്റേക്ക് ജഡ്ജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റ് ചെയ്ത് വീണ്ടും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ അരുണിനോട് ചോദിക്കട്ടെ. അരുൺ എന്തെങ്കിലും മിമിക്രി, മോണോ ആക്ട്, പാട്ട് എന്തെങ്കിലും? പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ട് പാടാം. എന്നാ ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി ചെറുതായിട്ട് പാടിയാൽ മതി. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം, നിറമാർന്നൊരു കനവിന്നിൽ തെളിയുന്ന പോലെ, പുഴയോരം തഴുകും ഈ തണുനീരൻ കാറ്റും, ഉലകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ, കുളിരേകും കനവിന്നിൽ കതിരാടിയ കാലം, മനതാരിൽ മധുമാസം തളിരാടിയ നേരം, അകമുരുവും മയിലിണകൾ തുയിലുടരും കാലം, ഇന്നകതാരിൽ അനുരാഗം പടരുന്ന യാമം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അജയ്, പാട്ട് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പാട്ട് പാടി. അത് ട്രാൻസ്പോസ് ചെയ്ത് ബാക്കി വിജയന് കൊടുത്തതാ മല്ലരേന്ന് പാടാൻ വേണ്ടി വേറെ സ്കെയില് കൊടുക്കണായിരുന്നോ? പാടാമായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അരുൺ. ഇതിൽ നമ്മൾ എന്ത് പഠിച്ചു? പാട്ട് പഠിക്കണം. അതെ, നല്ല വോയിസ് ആണ് കേട്ടാ. നല്ല വോയിസ് ഉണ്ടോ? താങ്ക് യു. ഫസ്റ്റ് 2 ലൈൻ കറക്റ്റ് ആയിരുന്നു. പിന്നെ ആ ഷീനുമാണ് നശിപ്പിച്ചത്.
എനിക്ക് കറക്റ്റ് കോഡ് പിടിച്ചു തന്നു. മ്യൂസിക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും പാടിയിട്ടില്ല. അത് കുഴപ്പമില്ല, നല്ല താടിയാണ്, ഒന്ന് വളർത്തിക്കുന്നതായി. എന്തായാലും താങ്ക് യു സോ മച്ച് അരുൺ. സോ പ്ലീസ് Thank കീപ് you, thank സപ്പോർട്ടിങ് you. Yeah, thank നമ്മുടെ you for ശ്രീലക്ഷ്മി കുട്ടീനെ. encouraging her. ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു ഗിഫ്റ്റ് ഉണ്ട് ശ്രീലക്ഷ്മിക്ക് കൊടുക്കാനായിട്ട്. ഓ ആഹാ, എന്നാ വരൂ. അതെ, വേഗം ഇതൊക്കെ വരൂ. നേരത്തെ പറയണ്ടേ? താങ്ക് യു സോ മച്ച്. അപ്പോൾ Thank കീപ് you. സപ്പോർട്ടിങ് ശ്രീലക്ഷ്മി ആൻഡ് അതർ കണ്ടസ്റ്റൻസ്. ഓക്കെ, താങ്ക് യു സോ Thank മച്ച്. you, thank you. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. എനിക്ക് വലിയ 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 ഇഷ്ടമായി. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിറവറ. നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം, ഋതു കൃഷ്ണ. ഋതു, എന്തോ മറ്റേ കുറിയൊക്കെ തൊട്ട് അതെ, ഭയങ്കര ഭയങ്കര പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ്. നന്നായിട്ട് പാടണേന്നൊക്കെ പ്രാർത്ഥിച്ചോ? നന്നായി പാടുമല്ലോ. നമുക്ക് റൗണ്ട് സെലക്ട് ചെയ്യാം. യെസ്. സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോനെ? സെമി ക്ലാസിക്കൽ റൗണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ കോസ്റ്റ്യൂമിന്റെ ഒക്കെ രഹസ്യം ആണോ? തന്നെ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ മോൻ പാടാൻ പോകുന്നേ? നിറകുടം എന്ന ഫിലിമിലെ നക്ഷത്രദീപങ്ങൾ. നക്ഷത്ര ദീപങ്ങൾ തെളിങ്ങി, അതാണോ? ഓക്കെ, അത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പവർഫുൾ സോങ് ആണ്. ഒരു ടഫ് സോങ്ങും ആണ്. അതെ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരറിയോ? ആരാ? ജയ വിജയ്. ജയ വിജയ. ആ, ഓക്കെ. നമ്മുടെ എന്താ പറയാ, മനോജ് ചേട്ടൻ്റെ ഒക്കെ ഫാദർ ആണ്. ഭയങ്കര ഗ്രേറ്റ് മ്യൂസീഷ്യൻ ആണ്. പാടിയത് ആരാ അറിയോ? ദാസേട്ടൻ. ദാസേട്ടൻ. ഓക്കെ. ലിറിക്സ് ആരാ എഴുതിക്കുന്ന അറിയോ? അറിയില്ല. ഓക്കെ, അത് ബിജു തിരുമല സാറാണ്. സോ എല്ലാം അത്യാവശ്യം പഠിച്ച് എന്താ റെഡി ആയി വന്നിരിക്കുകയാണ്. റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അത് നമ്മൾ ആദ്യമേ കണ്ടല്ലോ. ആദ്യമേ കണ്ടു. അപ്പൊ ഇനി സെമി ക്ലാസിക്കൽ റൗണ്ട് തകർക്കുക. അതെ, തകർക്കുക. Okay. ഓക്കെ, Okay, all the best. ഓൾ ദി ബെസ്റ്റ്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ രാഗസുധാ സാഗരത്തിൽ നീരാടി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. ആറാട്ടുകടവിലും ആനക്കൊട്ടിലിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. ആറാട്ടുകടവിലും ആനക്കൊട്ടിലിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. സതിരു തുടങ്ങി സതിരു തുടങ്ങി സംഗീതലഹരിയിൽ സദസ്യർ നിശ്ചലരായി.
നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ടു പാടി പതിരുന്നനുസരി സാസ ധനുസരി തരീരി നിസരി തരീരി ഗാഗ ധനുസരി തരീരി പതിരുന്നനുസരി നിസരി സസ നിസരി സസ നിസരി സസ നിസരി സസ രിഗിരി സസ നിസരി സസ രിഗിരി ഗമഗ നിസരി സസ നിസരി സസ രിഗിരി സസ നിസരി ധനുസരി നിസരി നാൻക പദന നിദ ബഗനി ദബ മഗരി സ ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ടു പാടി വടിവേലും തിരുമുമ്പിൽ പണ്ടു കാണിക്ക വെച്ച വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി മൃദംഗത്തിൻ പാലക്കാട്ട് മണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു മൃദംഗത്തിൻ പാലക്കാട്ട് മണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നിശബ്ദരായ ജനം സ്വയം മറന്നു നിന്നു നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി താങ്ക് യു. അങ്ങനെ ഒരു വിഷമമുണ്ടോ എങ്കിൽ അത് ശരിയാണോ ഇല്ലയെന്ന് നമുക്ക് വിജയിച്ചിട്ടുണ്ടോ ചോദിച്ചോക്കാം. എന്തിനാ പിന്നെ ആ കൊച്ചിൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചത്? ഫസ്റ്റ് സോങ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആദ്യം എല്ലാവരും വന്നു, എല്ലാവരും ഇങ്ങനെ ഒരു ഫ്രഷ് ആയിട്ട് കേൾക്കണം. അത് കറക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. चलिया 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 रूह चुरा लो मैं हूँ ऐसी चलिया 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 हाथ नाव मैं हूँ ऐसी चलिया उस लहर हूँ. ഡെഫിനറ്റ്ലി ആദ്യത്തെ ഇന്നൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് മോളുടെ സിംഗിങ്. नल्लड़ा नल्लड़ा तू अक नल्लड़ा don't look at me like that mahi नल्लड़ा नल्लड़ा तू अक नल्लड़ा don't look at me like that Superstar Junior. ഋതു ഋതുക്കുട്ട എങ്ങനെ തോന്നി? എന്താ തോന്നിയ? നന്നായി പാടിയോ? കുറച്ചും കൂടി ഇതാക്കണോ? നല്ലതായിട്ട് പാടാൻ നന്നായി പാടി, നന്നായി പാടി. അങ്ങനെ ഒരു വിഷമമുണ്ടോ എങ്കിൽ അത് ശരിയാണോ ഇല്ലയെന്ന് നമുക്ക് വിജയിച്ചിട്ടുണ്ടോ ചോദിക്കാം. ചോദിച്ചോക്കാം.
എന്തിനാ പിന്നെ ആ കൊച്ചിൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചത്? അവർക്ക് എന്താ ഫീൽ ചെയ്തെന്ന് ചോദിക്കണല്ലോ. ആ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും? അത് നമ്മൾ പറഞ്ഞു നന്നായി പാടിയെന്ന്. ആ പാടിയല്ലേ? എന്നാൽ നന്നായിട്ടല്ല, അസലായിട്ട് പാടി. താങ്ക് യു ഏട്ടാ. ഒന്ന് പല്ലവിയൊക്കെ ഓപ്പണിംഗ് കലക്കി. ആലാപൊക്കെ സൂപ്പറായിരുന്നു, ശരിക്കും നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് പല്ലവി കഴിഞ്ഞ് കുറച്ചൊന്നൊന്ന് കോൺസെൻട്രേഷൻ ഇങ്ങനെ ഒന്നൊന്ന് ഇടറിയ എന്നാണ്. അപ്പോൾ അനുപല്ലവിയിൽ കുറച്ചൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ശ്രുതിയൊക്കെ പോയി. പിന്നെ ഒന്ന് പിന്നെയും ഫോക്കസായി. ആ സ്വരത്തിൻ്റെ ഇതൊന്ന് പാടിക്കുക. നിനക്കത് വന്നതല്ലേ, പ്രാക്ടീസിൽ വന്നതാണല്ലോ. അത് കുറച്ചുകൂടെയും ടൈറ്റ് ആക്കാണ്ട് കുറച്ചുകൂടി അറ്റ് ഈസ് ആയിട്ട് പാടും. ആ അത് എന്താ താളം കൊടുത്ത ജയൻ ഹരി ഒന്ന് താളം കൊടുത്ത. ബെറ്റർ. ഓക്കെ, കൂടുതൽ അവളെ ടേക്കിലും നീ പാടിയപ്പം ഭയങ്കര ഐ തിങ്ക് ടെൻഷനും എല്ലാം കൂടെ അതുണ്ടാവും, എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ പാടുമ്പോൾ നമുക്ക് പിന്നെ ഈ സാധനം കുറച്ചുകൂടെയും ഇത്രയും ഈസി ആയിട്ട്, അല്ല ഈസി എന്നല്ല, പക്ഷേ കുറച്ചുകൂടെ അറ്റ് ഈസ് ആയിട്ട് പാടിയാൽ കുറച്ചുകൂടെയും ഫ്ലോയിലോ കിട്ടും. അത് എന്നെ ഗുഡ്, വെൽ ഡൺ. ആൻഡ് ഋതു പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഐ തിങ്ക് ഋതുവും അതുപോലെ ഋതുവിൻ്റെ വേഴ്സറ്റിലിറ്റി ശരിക്കും പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോങ്സ് എടുത്ത് ഇങ്ങനത്തെ ഒരു സോങ് വേണമെങ്കിൽ ഒരു റിസ്ക് എടുക്കാണ്ട് വേറെ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി വേണമെങ്കിൽ പോവാം. പക്ഷേ ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ഡൂയിങ് ദാറ്റ്. താങ്ക് യു സുജാത ചേച്ചി. ഋതു എന്തോ എനിക്ക് വലിയ ഇഷ്ടമായി. കാരണം ഋതു ഈ പാട്ട് ഇത്രയും നല്ലോണം പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഉള്ള സത്യം പറയട്ടെ. കാരണം കർണാട്ടിക് ഈ ആ രാഗത്തിൻ്റെ ഭാവം ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ അത് ശരിക്കും മോൻ കറക്റ്റായിട്ട് ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, 2-3 സ്ഥലത്ത് പറഞ്ഞു. അത് പിന്നെ ഈ സ്വരം പാടുന്നത് നമ്മൾ അവിടെ അത്ര ആ നീച്ചന് ശാസ്ത്രം അത് കേൾക്കണമെന്ന് നീനിച്ചാച്ച അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പാടണത്. അതങ്ങനെ എല്ലാ സ്വരവും വാക്കുകൾ കേൾക്കണമെന്നില്ല. അപ്പൊ നീ സരിസ അതങ്ങനെ അല്ല അത്ര നീസരി സാരിസ അങ്ങനെ നീസരി സാരിസ അങ്ങനെ ലൂസായിട്ട് പറഞ്ഞാൽ പറ്റുന്നില്ല. ഇപ്പൊ പാടിയപ്പോ കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ നീ കുറച്ചുകൂടി അറ്റ് ഈസ് ആയിട്ട് പാടിയപ്പോ ആ ഫ്ലോ കറക്റ്റ് ആയിട്ട് വന്നു. ആൻഡ് ആ കുറച്ചുകൂടി അതിന്റെ സെക്കൻഡ് ഹാഫിൽ അവരുമായിട്ട് ടേക്കിൽ കുറച്ച് ക്ലാഷ് ആയി, കുറച്ചൊന്ന് ഓടി നീ. ഇപ്പൊ കറക്റ്റ് ആയിരുന്നു, ഇപ്പൊ കറക്റ്റായിട്ട് വന്ന് വീണില്ലേ, അതാണ്. അപ്പോൾ അത് കടിച്ചു പിടിച്ച് സുജാത ചേച്ചി അതാ പറയണേ, കടിച്ച് അത് പറയാൻ പാടില്ല, കുറച്ചുകൂടിയും ഫ്രീ ആയിട്ട് ഇത് ചെയ്യണം. അപ്പൊ ഈസി ആയിട്ട് കിട്ടും അത്. ആ ഒരു ദാസങ്കളും അങ്ങനെ തന്നെയാണല്ലോ പാടിയേക്കണേ, അങ്ങനെ ഒരു ലൂസായിട്ടാണ് പാടിയേക്കണേ. ബാക്കിയൊക്കെ നല്ല രസമായിരുന്നു മോൻ പാടിയത്. ആദ്യത്തെ ഹമ്മിങ് ഞാൻ വിചാരിച്ചു പ്രാക്ടീസിൽ പാടിയപ്പോൾ കുറച്ച് അതൊരു കൈവിട്ട് പോയി, പക്ഷെ ടേക്കിൽ നല്ലതായിട്ട് വന്നു. നല്ലായിരുന്നു മോൻ. വയലിനിൽ ചൗടയി അത് മാത്രം എന്തോ ഒരു തെറ്റുണ്ട് മോൻ പഠിച്ചതിൽ. അതെന്താ ഒറിജിനൽ എന്ന് എനിക്ക് അറിയില്ല, എന്തോ ഒരു വ്യത്യാസം. ഋതു ആ വയലിനിൽ അതൊന്ന് ആ പോർഷൻ ആ ലൈൻ ഒന്ന് പാടിക്കേ. വയലിനിൽ ചൗടയ്യ 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 പാടിക്കോ. ചൗടയ്യ ഖ്യാതി നേടി ചൗടയ്യ. ആ അപ്പോൾ കറക്റ്റ്, അതാണ്. അതൊന്ന് കേട്ടാൽ മതി. നീ അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും പാടുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓക്കെ. അതിൻ്റെ കൂടെ പറയാനുള്ളത് നമ്മുടെ പാലക്കാട്ട് മണിയായിരുന്നു. നമുക്ക് ഇവിടെ നല്ല 2 മണി കലക്കൻ ഹരി അയ്യരും ഉണ്ട്, ജയൻ അയ്യരും ഉണ്ട്. സൂപ്പർ. താങ്ക് യു ജഡ്ജസ്. സോ സ്റ്റീഫൻ ചേട്ടാ, ഋതു ഈ പാട്ട് വായിക്കാത്ത ഗാനമുള്ള ഗ്രൂപ്പുകളില്ല, പാടാത്ത പാട്ടുകാരുമില്ല. അതായത് ഫസ്റ്റ് സോങ് ഒക്കെ ആയിട്ട് പോകുന്ന പാട്ടാണ് ഇത്. സാധാരണ ഗാനമുള്ള ഞാനൊക്കെ വായിച്ചിട്ടുണ്ട്. ഇത് അതിനുണ്ടാവുന്നൊരു എഫക്റ്റ് ഉണ്ട്. ഫസ്റ്റ് സോങ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആദ്യം എല്ലാവരും വന്നു, എല്ലാവരും ഇങ്ങനെ ഒരു ഫ്രഷ് ആയിട്ട് കേൾക്കണം. അത് കറക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. താങ്ക് യു ചേട്ടാ. ഓക്കെ,
സോ നിനക്ക് നല്ല ലൈവ് പെർഫോമർ ആവാനുള്ള നല്ലൊരു കഴിവ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പോകുന്നുണ്ടാവും അല്ലേ? പ്രോഗ്രാംസിന് പോകുന്നുണ്ടോ? അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നീ ഈ പാട്ടിൽ ശരിക്കും നീ തെളിയിച്ചു. അതിൻ്റെ ഒരു ഓവറോൾ പഞ്ചുണ്ട് ഈ പാട്ടിന്. അത് ബിക്കോസ് ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് മാത്രമല്ല, ഭയങ്കര കർണാട്ടിക് ഇൻക്ലൈൻഡ് സോങ് ആണിത്. അത് കമ്പോസ് ചെയ്ത അമേസിങ് കമ്പോസേഴ്സ് ജയവിജയന്മാരെന്ന് പറയും. ഇറ്റ്സ് ഗ്രേറ്റ് കമ്പോസേഴ്സ്, ദേ ആർ സിംഗേഴ്സ്, കർണാട്ടിക് ലെജൻസ് ആണ് അവർ. നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ്റെ അവരുടെ അച്ഛനാണ്. അപ്പോൾ അവരുടെ കോമ്പോസിഷനും ഉണ്ട്. പിന്നെ ദാസേട്ടൻ പാടി വെച്ച ആ ഒരു ത്രോ, നീ എല്ലാം നിന്റെ ശബ്ദം ഒരു ഫെമിനിഷ് ആണെങ്കിലും ആ ഒരു ത്രോ ഉണ്ടായിരുന്നു അതിൽ. ആ ഒരു ഈവൻ യു പ്രൊഡ്യൂസ്ഡ് എ ഫെമിനിഷ് സൗണ്ട്, ആ ഒരു മെയിലിസം, ആ ഒരു പഞ്ച് അതിലുണ്ടായിരുന്നു. അതാണ് ഈ പാട്ടിന് ആവശ്യം ശരിക്കും. പിന്നെ ടെക്നിക്കൽ എറേഴ്സ് ഒക്കെ ഫെൽറ്റ്. ആ സ്വരങ്ങളിലൊക്കെ എനിക്ക് തോന്നിയൊരു ചെറിയത് അത് ചേച്ചി ചേട്ടനോട് പറഞ്ഞു തന്നു. അല്ലാത്ത പക്ഷം ഐ ഓൾസോ എൻജോയ് ഈ പറഞ്ഞ ആ ഒരു വെർസറ്റാലിറ്റി നീ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോരോ രീതിയിലും. നീ കർണാട്ടിക്കിൽ നല്ല പഠിച്ചിട്ടുണ്ടല്ലേ നല്ലതായിട്ട്? ഓക്കെ, അപ്പം നീ ബാക്കിയുള്ള സൈഡും നീ കുറേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ബ്രിങ് ഔട്ട് കപ്പിൾ ഓഫ് അമേസിങ് സോങ്സ് വിച്ച് കമ്പാരിറ്റീവ്ലി പല ജോൺറ എടുത്തു വന്നു കഴിഞ്ഞാൽ ആ ഒരു മേഖലയിലേക്ക് നീ കയറിക്കൊണ്ടിരിക്കുക. സോ പുഷ് യുവർ സെൽഫ് യുവർ ബെസ്റ്റ് ആൻഡ് വർക്ക് ഹാർഡ്. ഓക്കെ, സൂപ്പർ. പിന്നെ നമ്മുടെ പുലികളെ ഒന്നും കൂടിയും എല്ലാവരും ഒന്ന് കൈകൊട്ടി അപ്രീഷിയേറ്റ്. അമേസിങ് മ്യൂസിഷ്യൻസ്, സ്റ്റാർ പുലികളാണ്. താങ്ക് യു സോ മച്ച് ഡാർലിങ്സ്. സോ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോ സ്റ്റീഫൻ ചേട്ടാ മാർക്ക് തുടങ്ങാം. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി താങ്ക് യു ചേച്ചി. പാട്ട് നല്ലോണം പാടി, പക്ഷെ മോന്റെ ഒരു യൂഷ്വൽ ഏരിയ അല്ലാത്തതില് എക്സെല് ചെയ്തതിന്. താങ്ക് യു സോ മച്ച് ചേച്ചി. സോ വിജയ് വിജയ് ചേട്ടാ ചേട്ടാ 927. സന്തോഷായില്ലേ? ഇനി എന്ത് സന്തോഷാവല്ലേ? അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോനെ. അടുത്ത പ്രാവശ്യം നമ്മള് ഞെട്ടിച്ചോണ്ട് അടുത്ത പാട്ടുമായിട്ട് അടുത്ത വർഷം എത്ര കിട്ടും? ഇപ്പൊ ഇത് ഇപ്പൊ എത്ര 27. അപ്പൊ അടുത്ത വർഷം എത്ര ആയിരിക്കണം? 30 വന്നാ മതി. എത്ര വിചാരിച്ചിരുന്നു? എത്ര വിചാരിച്ചിരുന്നു? ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. അല്ല, അധികം ഇതാവണ്ട. എത്ര കിട്ടും ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. എനിക്ക് ഇത്രയായിരിക്കും കിട്ടാൻ പോണേ. 8.5 3 പേര് 8.5 വിചാരിച്ചു അല്ലേ? വിചാരിച്ചു. ഓക്കേ, അതിനൊരു അരമാർക്ക് അത് ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ, നീ പാടിയതിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഇതാണ്. പക്ഷെ നീ കൊണ്ടുവരുന്ന പല ജോൺറെ നീ പ്രൂവ് ചെയ്യുന്നുണ്ട്. വെറുതെ കൊണ്ടുവന്നാൽ പോരാ, വെറുതെ കൊണ്ടുവന്നിട്ട് പാടിക്കഴിഞ്ഞാൽ അയ്യേ അത് ശരിയായില്ല എന്ന് പറയാം. പക്ഷെ ആ ഒരു ജോൺറെ നീ കൊണ്ടുവന്ന് നീ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ മാർക്ക് തന്നത് കേട്ടോ. യു ഡിസർവ് 27 മാർക്സ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോനെ ഫോർ നെക്സ്റ്റ് പെർഫോമൻസസ്. സോ രജിത്, നമുക്ക് നെക്സ്റ്റ് കോntestant വിളിക്കാം. സോണിക. സോണിക കുട്ടി ചേച്ചി ഭയങ്കര സുന്ദരി ഉണ്ടല്ലോ. താങ്ക് യു ചേച്ചി. ഭയങ്കര As usual. അതെ. നമുക്ക് റൗണ്ട് സെലക്ട് ചെയ്യാം. ആ ചേച്ചി. ഓക്കെ ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? മൈ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ Okay. സോണിക കുട്ടിയുടെ സ്റ്റൈൽ ഏത് സോങ് ആണ്? ഏതാണ് സോങ്? ചലിയ ചലിയ. അടിപൊളി. ചലിയ ചലിയ. ചലിയ 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 അതല്ലേ? അതാണോ? കരീന കപൂർ ഒക്കെ ഡാൻസ് ചെയ്ത് തകർത്ത പാട്ടല്ലേ? അതെ. Okay, അപ്പൊ ഡാൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട് ചേച്ചി. ഉണ്ടോ? ഓ, Okay. അപ്പോൾ ഡാൻസ് ഉണ്ട്. റീസെന്റ് വന്ന സിനിമയാണ്. സോ എന്താ പറയുക, എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള സോങ് ആയിരിക്കും, വളരെ പോപ്പുലർ ആയിട്ടുള്ള സോങ് ആയിരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡാൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുത്താലോ? അതെ, ചെറിയ ബ്രേക്ക് ആവശ്യമല്ലേ? ആ ചേച്ചി. ഓക്കെ, Okay, സോ അപ്പൊ സൂപ്പർ Superstar സ്റ്റാർ ജൂനിയറിൽ ജൂനിയറിൽ ഒരു കുട്ടി ബ്രേക്ക്. നല്ലടാ നല്ലടാ tu ak nallada. Don't look at me like that mahi. നല്ലടാ നല്ലടാ tu ak nallada. Don't look at me like that boy. ആദ്യത്തെ ഇന്നും ഒക്കെ നല്ല ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട് മോളുടെ സിംഗിങ്. നല്ലടാ tu
वक्त न लड़ा Don't look at me like that boy ചിലപ്പോൾ ഈ സോങ്സ് സോണികനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ ഇമ്പാക്റ്റ് കിട്ടും. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിറപറ. യെസ്, സോ മൈ സ്റ്റൈൽ റൗണ്ടിൽ ചലിയ ചലിയ എന്ന സോങ്ങുമായി കരീന കപൂർ സോങ്ങുമായി വരുന്നു നമ്മുടെ സോണിക കുട്ടി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. Thank you ചേച്ചി नशीला तेरा नैना चुराइले हमरा चैना अब हमरे दिल में रहना नशीला तेरा नैना चुराइले हमरा चैना अब हमरे दिल में रहना चलिया 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 रूह चुरा ले मैं हूँ ऐसे चलिया 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 हाथ ना आओ मैं हूँ ऐसे चलिया 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 रूह चुरा लो मैं हूँ ऐसे चलिया 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 हाथ ना आओ मैं हूँ ऐसे चलिया उस लहर हूँ धूप जहर हूँ बात महर हूँ बच के जाएगा कहा न लड़ा तू अक न लड़ा Don't look at me like that boy न लड़ा तू अक न लड़ा Don't look at me like that boy न लड़ा तू अक न लड़ा Don't look at me like that boy न लड़ा तू अक न लड़ा Don't look at me like that boy चलिया 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 चुरा लो मैं हूँ ऐसे चलिया रात हूँ तारों में मिल जाऊं हर मोड़ पे मैं याहों की बाहों में खिल जाऊं चाल हूँ तुझ पे बरस जाऊं तू न जानेगा कब बासी में रोके से मर जाऊं बिखरी दिल का मैं हाल हूँ और गालिब का मैं दयाल हूँ I am the बच के जाएगा कहा न लड़ा तू अक न लड़ा Don't look at me like that mahi न लड़ा तू अक न लड़ा Don't look at me like that boy न लड़ा तू अक न लड़ा Don't look at me like that mahi न लड़ा तू अक न लड़ा Don't look at me like that boy चलिया 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 गुजर जाऊं तेरे हाथों से मैं रात बंगे बिजल जाऊं बूंद हूँ तुझ पे बरस जाऊं जो ना बुझेगी वो प्यास बन में तरस जाऊं चल की पहली इछाल हूँ मैं सुलझा उलझाई चाल हूँ I am the mood तू जानेगा कहा न लड़ा तू अक न लड़ा Don't look at me like that mahi न लड़ा तू अक न लड़ा Don't look at me like that boy चलिया 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 रूह चुरा लो मैं हूँ ऐसी चलिया 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 हाथ ना आओ मैं हूँ ऐसी चलिया उस लहर हूँ धूप जहर हूँ बात महर हूँ बच के जाएगा कहा न लड़ा तू अक न लड़ा Don't look at me like that mahi न लड़ा तू अक न लड़ा Don't look at me like that boy न लड़ा
walk nallada. Don't look at me like that boy. Na nallada, nallada. Walk nallada. Don't look at me like that boy. സോണിക്കുട്ടി സോണിക്ക ചേച്ചി ആ ചെറിയ ഡാൻസ് മൊമെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു ചേച്ചി. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. എന്താ പറയാ, എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ സെലക്ട് ചെയ്യാത്തൊരു സോങ് ആണ് ലൈക്ക് ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ സൈക്കിലൊക്കെ. അപ്പോൾ എന്തായാലും വളരെ ഒരു അധികം കാലമായിട്ടില്ല, ഒരു ഭയങ്കര ഒരു ഹിറ്റ് സോങ് ആണ്. കരീന കപൂറൊക്കെ വന്ന് സൈസ് 0 എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റെവല്യൂഷൻ സൃഷ്ടിച്ച ഒരു ഫിലിം ആൻഡ് സോങ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സുജാത ചേച്ചി വിൽ സ്റ്റാർട്ട് ഫ്രം യു. സോണിക്ക നല്ലോണം പാടി, അസലായി പാടി. കുറ്റങ്ങളൊന്നും പറയാനില്ല, പക്ഷെ വാവൊന്നും പറയാനില്ല. അതാണൊരു പ്രശ്നം പറ്റിയ. അതെന്താ ചെയ്യണം, അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കണു. തെറ്റാൽ ഇടയ്ക്ക് 2 സ്ഥലത്ത് കുറച്ച് ഫ്ലാറ്റായി, വളരെ കുറവായിട്ട് ഫ്ലാറ്റായി, അത്രേ ഉള്ളൂ. പക്ഷേ ഇതൊരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മോളുടെ ഇത് ഒരു നിലാക്കാലം പോലെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു സുജി, അത് ഇവർ ഡാൻസ് ഇവർ പഠിക്കുന്നുണ്ട്, എന്നാൽ ഇവർ ശരിക്കും ഫുള്ളായിട്ട് അങ്ങോട്ട് ചെയ്യുന്നില്ല. ആൻഡ് ഭയങ്കര ചമ്മലുണ്ട് ഈ കുട്ടികൾക്കൊക്കെ. ഒന്നാമത് അതെടുത്ത് കളയണം ഫസ്റ്റ് ഓഫ് ഓൾ, അത് പതുക്കെ പോവുള്ളൂ. പക്ഷേ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സോങ്ങിനൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഐ തിങ്ക് ആറ്റിറ്റ്യൂഡായിരുന്നു മിസ്സിങ് എന്നുള്ളതാണ്. മേ ബി എന്താ വെച്ചാൽ മോള് കോൺഷ്യസ് ആണ്. ഇപ്പോൾ ഇവർ ഡാൻസേഴ്സ് ചേട്ടന്മാർ തോളത്ത് കൈവച്ചു, അപ്പോൾ ഉടനെ അമ്മേനെ നോക്കണം, അമ്മ ഇവരുടെ തോളത്ത് കൈവയ്ക്കുന്നമ്മ, അങ്ങനത്തെ ഒരു ഫീലിലാണ് നോക്കുന്നത്. അങ്ങോട്ടാണ് നോട്ടം. അതായത് ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ എന്നുള്ളത്. പക്ഷെ അതൊന്നും നോക്കരുത് പെർഫോം ചെയ്യുമ്പോൾ. ഐ തിങ്ക് അതാണ് മേ ബി അതായിരിക്കും സംതിങ് വാസ് മിസ്സിങ്. ആൻഡ് ഡാൻസിന് വേണ്ടി സഡനായിട്ട് പാട്ടിൻ്റെ ആ ലാസ്റ്റ് ഒരു വാക്ക് മിസ്സാവുന്നു. എന്താണ് 3-4 പ്രാവശ്യം അത് 2-3 പ്രാവശ്യം മിസ്സായത് അല്ലേ? നല്ലടാ എനക്ക് ഡാൻസിന് വേണ്ടി സംഭവിച്ചില്ലേ? ശ്രദ്ധിച്ചില്ല? അത് വേണം. അപ്പം ഇതാ എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ. മോൾ നല്ലോണം പാടി. മോള് പക്ഷേ ഡെഫിനറ്റ്ലി ആദ്യത്തെ ഇന്നൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുണ്ട് മോളുടെ സിംഗിങ്. ആദ്യം വന്ന് പേടിച്ച് കുറേ അതിനൊക്കെ മാറി കുറച്ചും കൂടെ ഇത്തിരി എരിവും കൂടെ ആഡ് ചെയ്യായിരുന്നു ഈ പാട്ടിൽ, ഒരു പെപ്പർ. പക്ഷെ മോൾക്ക് സുനിധി ചൗഹാന്റെ ആ ഒരു വോയിസ് ടോണേ അല്ല, പക്ഷെ ഒരു ആറ്റിറ്റ്യൂഡിൽ ആ ഒരു എരിവ് അതും കൂടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആഹാ എന്ന് പറഞ്ഞു. ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. സോണിക്ക, ഈ പറഞ്ഞ മാതിരിയാണ് എനിക്ക് സോണിക്കയുടെ ഇമ്പ്രൂവ്മെൻ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പടി കൂടെ മുമ്പിൽ പോയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പാവം ഇങ്ങനെ നിന്ന് ഷാർലറ്റ് സോണിക്ക ഒക്കെ ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുക. സോണിക്ക കുറച്ചും കൂടിയും യു ആർ പുഷിങ് ലിറ്റിൽ മോർ ഹെഡ്. ഇതെല്ലാം തോന്നലുകളാണ് കേട്ടോ. തോന്നലുകളാണോ? സ്റ്റേജിലൊക്കെ ആണല്ലോ, പുറമെ എല്ലാവരും കണക്കാണ്, ജില്ലിഗൽസ് ആണ്. പുറമെ ഇപ്പൊ ബാക്കിയുള്ള കണ്ടസ്റ്റന്റിന് ഇവിടെ ഒരു പേന വെച്ച് നോക്കണം ആരാ എന്തൊക്കെ പറയണെന്ന്. ചിലപ്പോ സോണിയൊക്കെ അവിടെ ഇറങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കോ? ഞാൻ പറയണെങ്കിൽ നേരത്തെ ഇപ്പോൾ ചേച്ചി പറഞ്ഞ മാതിരി സുനിധി ചൗഹാൻ പാടുന്നത് അതിന് ഒന്ന് പറഞ്ഞ സുനിധി ചൗഹാൻ ശരിക്കും ഇവിടുന്ന് അബ്ഡമൻ വോയിസാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് ഇവിടുന്നാണ് വരുന്നത്, ഇവിടുന്നല്ല പാടുന്നത്. അത് അതൊരു ചില പോർഷൻസ് എസ്പെഷ്യലി ചരണം ഒക്കെ തുടക്കം പാടിക്ക. ഇവിടുന്നാ വരുന്നത്. പിന്നെ അടുത്ത ലൈൻ എന്താ? ഇത് ഞാൻ പറയട്ടെ, 100% സുനിധി ഇങ്ങനെ പാടില്ല. സുനിധി ഇവിടുന്ന് പാടില്ല, ഇവിടുന്ന് ആ ഒരു ത്രോ അല്ലേ അത് കേട്ടില്ലേ? ആ ഒരു ക്ലൈംബ് ഉണ്ട് അവിടെ. അത് ശരിക്കത് ഇവിടുന്ന് അബ്ഡമനായിരിക്കും പാടിയിട്ടുണ്ടാവുക. കാരണം സുനിധിയുടെ പാട്ടുകളുടെ ശൈലി അങ്ങനെയാണ്, ഒരു ത്രോ ഭയങ്കരമായിട്ട് ഇടുന്നത്, എക്സ്ട്രാ ത്രോ. അപ്പോൾ അതിനാണ് ആ പാട്ടിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആ പാട്ടിൻ്റെ ത്രോയിലാണ് ശരിക്കും വാവ് ഈ പാട്ട് ദിസ് ഇസ് ലൈക്ക്
ഹിറ്റിംഗ് സോ മച്ച്. അത് സോണിക്ക ഡെവലപ്പ് ചെയ്യണം. അത് ശരിക്കും ഇവിടുന്ന് അല്ല. ചിലപ്പോൾ സാധാരണ മലയാളം പാട്ടുകൾ പാടുമ്പോൾ ത്രോട്ട് വോയിസ്, ഹെഡ് വോയിസ് എല്ലാം എടുത്ത് പാടാം. ഇവിടുന്ന് ഇങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ അബ്ഡമൻ യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്ത് പാടണം കേട്ടോ. സോനിക്ക നമുക്കൊന്ന് ട്രൈ ആക്ച്വലി. ഓക്കെ, ഇപ്പോൾ പാടിയില്ലേ? നൗ കോൺസെൻട്രേറ്റ് ഓൺ ഇങ്ങനെ ഇവിടുന്ന് പുഷ് ചെയ്യാനല്ല. ബിക്കോസ് എനിക്ക് തോന്നിയത് ത്രൂ ഔട്ട് ദ സോങ് കണ്ടുകൊണ്ടിരുന്നത് ബോഡിയൊക്കെ ഇവിടുന്നൊക്കെ ഇങ്ങനെ എന്താണ് കൈയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നാളടാ നാളടാ എന്നൊക്കെ ഇവിടെ നിന്നൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നല്ല. ലീവ് യുവർ ബോഡി ലൂസ് ആൻഡ് ട്രൈ ടു ഒരു ഹെഡ് വോയിസ് ആൻഡ് ഇവിടുന്ന് അകത്തുനിന്ന് ട്രൈ ടു പുഷ് ദ വോയിസ്. ഒന്ന് ട്രൈ നോക്കൂ. ചരണം അല്ലെങ്കിൽ പല്ലവി തന്നെ വാ. चलिया 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 रूह चुरा लो मैं हूँ ऐसी चलिया 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 हाथ नाव मैं हूँ ऐसी चलिया उस लहर हूँ. അവിടെയൊക്കെയാണ് കൂടുതൽ ആവശ്യമുള്ളത്. എന്ന് വെച്ചാൽ ലോ ആണ്. അപ്പം ആ സാധനം അവിടെ നിന്ന് വരണം. അതൊക്കെ നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പവർ കിട്ടില്ല. നമ്മൾ പതുക്കെ അത് യു വിൽ ഗെറ്റ് ഇറ്റ്. അതെ. ഇപ്പം പെട്ടെന്നൊരു സാമ്പിൾ പറയാം. എക്സാമ്പിൾ എന്താ വെച്ചാൽ ആണ്ടലോണ്ടെ എന്ന് പറഞ്ഞ പാട്ടറിയോ? പാടിക്കണുണ്ട്. അത് രമ്യ ഭയങ്കര ഓപ്പൺ ആയിട്ടില്ല പാടിക്കണേ. ആണ്ടലോണ്ടെ വേറെ അതൊരു വെച്ചാൽ ഓപ്പൺ ഇവിടുന്ന് വന്ന പാടിയിരിക്കണത്. അത് ആ ഒരു ടൈപ്പ് സുനീതിയുടെ വേറൊരു ശൈലിയാണ് ഇങ്ങനത്തുള്ള ഓപ്പൺ ഇതിൻ്റെ. അങ്ങനത്തെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സോങ്സ് സോണിക്കനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ടൈപ്പ് സോങ്സ് പാടുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് വോയിസ് എടുത്തു കഴിയുമ്പോൾ കുറച്ച് ഈ പറയുന്ന ഇമ്പാക്റ്റ് കിട്ടും കേട്ടോ. നീ പാടിയതിന് തെറ്റൊന്നുമില്ല, പാടിയതിനും തെറ്റില്ല. ശൈലി ഒന്ന് മാറ്റിയാൽ ഭയങ്കരമായൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ആൻഡ് താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ദിസ് കൈൻഡ് ഓഫ് സോങ്സ് ഓൾസോ ദാറ്റ് പുഷിങ് യുവർ ബൗണ്ടറീസ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സോ നമുക്ക് ഇനി മാർക്കിലേക്ക് കിടക്കാം. Okay, so വിജയ് ചേട്ടാ. സുന്ദരി പെണ്ണേ അങ്ങനത്തെ ഒരു ഫീൽ വന്നു. അപ്പൊ ഈ സുന്ദരി പെണ്ണിന് ദാ മാർക്ക്. चलिया 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 रूह चुरा लो मैं हूँ ऐसी चलिया. 8 on 10. Okay. So സുജാത ചേച്ചി. Na 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 8.5. Thank you ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. സുന്ദരി പെണ്ണേ ഞാൻ തന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് കേട്ടോ. ടേക്കിംഗ് ദാറ്റ് പുഷിംഗ് ദാറ്റ് ബൗണ്ടറീസ്. 8.5. Thank you sir. 25. ഹാപ്പി അല്ലേ? ഓക്കെ. സോ വീണ്ടും കം വിത്ത് വെരി വെരി ഗുഡ് പെർഫോമൻസസ്. ഓൾ ദി ബെസ്റ്റ്. All the best മോളെ. ചേട്ടാ എനിക്ക് രണ്ടുപേർക്ക് താങ്ക്സ് പറയാനുണ്ട്. പറഞ്ഞോളൂ. പറയൂ. എനിക്ക് ഈ പാട്ട് സെലക്ട് ചെയ്തെന്ന ചേച്ചിയുടെ ഫ്രണ്ട്സിനും പിന്നെ കറക്റ്റ് ചെയ്ത് തന്ന രാജേഷ് സാറിന് ഒരു വലിയ താങ്ക്സ്. Okay. മോളുടെ ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണോ? ഓക്കെ. അപ്പോൾ പറഞ്ഞോളൂ നേരെ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതേപോലത്തെ നല്ല പാട്ടുകളുമായി പ്ലീസ് രാജേഷ് സാറും. യെസ് ഓഫ് കോഴ്സ്. രാജേഷ് സാറും നമ്മുടെ കൂടെ ഉള്ളതാണല്ലോ. അപ്പോൾ രാജേഷ് സാറിനും തീർച്ചയായും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതേപോലത്തെ നല്ല പാട്ടുകളുമായി വീണ്ടും വരിക. രാജേഷ് സാറും ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു ചേച്ചി. സോ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അതിനു മുന്നേ The top scorer for the day, Ritu with 27. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി നക്ഷത്രദീപങ്ങൾ തിളങ്ങി. Congratulations, Ritu. Ritu. So, with that segment, we come to the end of this episode. With more amazing performances, we'll be coming back to you. So, keep supporting and keep watching. Superstar Junior. Junior. Aha. പെൻഗ്വിനാ. മകളെ പാതിമലരേ നീ മനസ്സിലെന്നെ അറിയുന്നു. അയ്യോ, എങ്ങനെയാ 8 വയസ്സുള്ള കുട്ടി ഇങ്ങനത്തെ ഒരു പാട്ട് ഇത്രയും ഫീൽ ആയിട്ട് പാടണ? എനിക്ക് അത്ഭുതം തോന്നി. പാട്ടിലെ എല്ലാ പ്രാവശ്യവും നീ കൂടുതലൊരു വീരനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. Zooby dooby pam para
Zooby dooby parappa, zooby dooby nache, you pagal stupid man. ഇറ്റ് വാസ് വെരി ടച്ചിങ്. എന്നെ ശരിക്കും ഞാൻ കയ്യിന്ന് പോയി. Who to me ऐसी बात, who to me ऐसी बात में तपाकी चली आई, गुल जाई वो ही बात तो आई है. മോളെ മോൾക്ക് 9 വയസ്സേ ആയിട്ടുള്ളൂ. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.